നമസ്കാരം. തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാഭിനയം അവസാനിപ്പിച്ചു. ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ. ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ ആ സമയത്ത്. അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിലും പുലിയാണെന്ന് തെളിയിച്ച താരത്തിന്റെ സഞ്ചാരം താൻ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടായിരുന്നു. ടൂ വീലർ ലൈസൻസ് നേടിയതിന് പിന്നാലെ നടി മഞ്ജു വാര്യർ BMW ബൈക്ക് സ്വന്തമാക്കിയിരുന്നു. താരം ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ബൈക്കുമായി റൈഡിന് ഇറങ്ങിയ മഞ്ജുവിന്റെ ചിത്രങ്ങൾ പലപ്പോഴും ജനശ്രദ്ധ നേടിയിരുന്നു. സാഹസിക രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ ഒട്ടും മടിയില്ലാത്ത താരമാണ് മഞ്ജു വാര്യർ. സിനിമ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം സിനിമകളുടെ ഭാഗമാവാൻ മഞ്ജു വാര്യർ തയ്യാറുമാണ്. ദ പ്രീസ്റ്റ്, ജാക്ക് ആൻഡ് ജിൽ, തുനിവ് എന്നീ സിനിമകളിൽ മഞ്ജുവിന്റെ ആക്ഷൻ പ്രേക്ഷകർ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരിക്കുകളും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ സിനിമയിലെ ആക്ഷനിൽ പല തരത്തിലുള്ള അബദ്ധങ്ങൾ സാധാരണയായി സംഭവിക്കുമെന്ന് മഞ്ജു പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ജാക്ക് ആൻഡ് ജിൽ എന്ന ചിത്രത്തിൽ ഷൂട്ടിംഗ് സമയത്ത് കാര്യമായ പരിക്കുകൾ മഞ്ജു വാര്യർക്ക് സംഭവിച്ചിട്ടുണ്ട്. തലയ്ക്ക് സ്റ്റിച്ചിട്ട് ഹോസ്പിറ്റലിലായിരുന്നു താരം. ഒരു അയൺ ബോക്സ് വെച്ച് തന്റെ തലയ്ക്ക് അടിക്കുന്ന സീനുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ ഡമ്മി അയൺ ബോക്സ് ആണ്, പക്ഷേ അതിന്റെ വയറും അതിന്റെ പിന്നും ഒറിജിനലായിരുന്നു. ആക്ഷൻ പറഞ്ഞപ്പോൾ അയൺ ബോക്സ് വെച്ച് വില്ലൻ വേഷം ചെയ്യുന്നയാൾ അടിച്ചു. പക്ഷേ ആ വയർ ചുറ്റി വന്ന് നേരെ നെറ്റിയിലിടിച്ചു. അപ്പോൾ ഇടി കിട്ടിയിട്ട് ഞാൻ ശരിക്കും വീഴണം. അങ്ങനെ വീണപ്പോഴാണ് കാണുന്നത് നെറ്റിയിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന്. കട്ട് പറയുന്നവരെ പിടിച്ചു നിന്നു. കട്ട് പറഞ്ഞതും ഉടൻ ഞാൻ എഴുന്നേറ്റു. എല്ലാവരും ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മഞ്ജു വാര്യർക്ക് ജാക്ക് ആൻഡ് ജിൽ മൂവിയിലെ സംഭവത്തെക്കുറിച്ച് ഫ്ലവേഴ്സ് 1 കോടിയിൽ വന്നപ്പോൾ വിശദീകരിക്കുകയായിരുന്നു. വില്ലന്റെ വേഷം ചെയ്തയാൾക്ക് കുറെ നാൾ ഭയങ്കര കുറ്റബോധമായിരുന്നു. അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് നല്ല രീതിയിൽ എടുക്കുക എന്നതാണ് കാര്യം. തെറ്റുകൾ ആർക്കും വേണമെങ്കിലും പറ്റും. ആ ടൈമിംഗ് പ്രശ്നമാണ് എല്ലാത്തിനും കാരണം, മഞ്ജു കൂട്ടിച്ചേർത്തു. 6 തമ്പുരാൻ സിനിമയിൽ ചിത്രയെ തല്ലുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ മഞ്ജു ശരിക്കും ചിത്രയെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ടൈമിംഗ് പ്രശ്നങ്ങൾ തുടക്കകാലത്തും താനും അനുഭവിച്ചിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞു. ഈ 15 വർഷത്തെ സിനിമാഭിനയത്തിൽ ആദ്യമായി ഒരു സംവിധായകനെ ഭയപ്പെട്ടുവെന്ന് ഒരിക്കൽ മഞ്ജു പറഞ്ഞിരുന്നു. അതായത് ലൂസിഫറിന്റെ സെറ്റിൽ വെച്ച് പൃഥ്വിരാജ് ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു. പെട്ടെന്ന് അതിന്റെ അർത്ഥം മഞ്ജുവിന് മനസ്സിലായില്ല. ഇൻക്രെഡുലസ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കണമെന്ന് രാജു പറഞ്ഞു. പെട്ടെന്ന് ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ ചോദിച്ചു അതിന്റെ അർത്ഥം എന്താണെന്ന്. ഹെൽപ്ലെസ് എന്നായിരുന്നു അതിന്റെ അർത്ഥം, മഞ്ജു പറഞ്ഞു. ഒരു പുതിയ വാക്ക് പഠിക്കാൻ പറ്റിയെന്നാണ് മഞ്ജു പറഞ്ഞത്. അതിനെ പൃഥ്വിരാജിനോട് നന്ദി പറയുകയും ചെയ്തു. ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ ഉടൻ തിയേറ്ററുകളിലെത്തും. പ്രിയദർശിനി എന്ന കഥാപാത്രമായിരുന്നു ആദ്യ ഭാഗത്തിൽ മഞ്ജുവിന്റേത്. ആ കഥാപാത്രവുമായി എമ്പുരാനിലും മഞ്ജു വാര്യരുണ്ട്. വിടുതലൈ പാർട്ട് 2, വേട്ടയ്യൻ എന്നീ ചിത്രങ്ങളും മഞ്ജുവിന്റേതായി റിലീസിന് ഒരുങ്ങുന്നുണ്ട്.